ഈ വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ക്വിക്കായിട്ട് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്. തുർക്കി വോയിസ് ഓഫ് ഇസ്ലാം നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യത വളരെ വളരെ അതിക്രമിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമായി ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ പൊരുതണം എന്നുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് OAC എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽ തുർക്കിയുടെ ഫോറിൻ അംബാസിഡർ സംസാരിച്ചത്. അപ്പോൾ ഈ OAC മീറ്റിങ്ങിന് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ ശക്തമായി നിലപാടെടുത്തിട്ടില്ല. അവരുടെ നിലപാടുകളെല്ലാം അവർക്ക് വേണ്ടി മാത്രമാണ്. അവർ ചില അജണ്ടയിൽപ്പെട്ട 1, 2, 3, 4, 5 പോയിന്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനിടയിൽ ഒപ്പുവെച്ചിട്ട് അവർ പിരിഞ്ഞു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടില്ല. അതേപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ്, 100 ഡ്രോണുകൾ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ പോൾട്ടോവ എന്ന് പറഞ്ഞ റീജിയനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഉക്രൈനിന് വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ സമീ റീജിയനിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഒരു രീതിയിലുള്ള മൂവ്മെന്റ്സും നടക്കുന്നില്ല. അതായത് റഷ്യ കൂടുതൽ ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല. എവിടെയാണോ കയറി പിടിച്ചത് 2-3 ദിവസത്തിന് മുമ്പ് ആ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. കൂടുതൽ അഗ്രസീവായിട്ട് സമീ റീജിയനിൽ കൂടുതൽ യുദ്ധം മുന്നോട്ട് എടുക്കുന്നില്ല റഷ്യ. അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിന് പകരം മറ്റുള്ള മേഖലകളിൽ യുദ്ധം വ്യാപിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതുവരെ 6060 ബോഡി ഉക്രൈൻ സോൾജേഴ്സിന്റെ ബോഡി റഷ്യ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഐഡന്റിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞുള്ള ഒരു വിഷയം ഉക്രൈൻ ഉന്നയിക്കുന്നുണ്ട്. അതായത് പലരുടെയും ശരീരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണ്, ഇതിനകത്ത് എല്ലാം ഉക്രൈൻ സോൾജേഴ്സ് തന്നെയാണോ എന്നുള്ള ഡൗട്ടും കൂടി വരുന്നുണ്ട് എന്നുള്ള ആരോപണം സെലൻസ്കി പറയുന്നുണ്ട്. അപ്പോൾ DNA ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ DNA ടെസ്റ്റും അതിന്റെ റിപ്പോർട്ടും കൂടി വെച്ചിട്ട് വേണം സെലൻസ്കി ഒരു കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഉക്രൈനിലെ സെലൻസ്കിക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ്, ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം, അതുപോലെ തന്നെ അവർക്ക് ചേരേണ്ടതായിട്ടുള്ള സെറ്റിൽമെന്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫണ്ട് ഷോർട്ടേജ് കൊണ്ടാണ് ഉക്രൈനിലെ സെലൻസ്കി ഈ വക രീതിയിലുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ക്വസ്റ്റ്യനിങ് ഒക്കെ ഉയർത്തുന്നതെന്നാണ്. റഷ്യ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇനിയും കൂടുതൽ ഉക്രൈൻ സോൾജേഴ്സിന്റെ ബോഡികളുണ്ട്, അപ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള മാർഗം പെട്ടെന്ന് തന്നെ ഒരുക്കണമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. സെലൻസ്കി ആണെങ്കിൽ ഇപ്പൊ കിട്ടിയ 6060 ബോഡികളിൽ ഒരു തീരുമാനമാകാതെ ഇതിൽ കൂടുതൽ റിസീവ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള നിലയിലാണ് ഉക്രൈനിലെ സെലൻസ്കി. അപ്പോൾ ഇതാണ് റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാർത്ത പറയാനുള്ളത് ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഒരു കൂട്ടർ പറയുന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിസൈലുകൾ തീരാറായി എന്നാണ്. ഇസ്രായേൽ മിസൈൽ വിടുന്നില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ മിസൈൽ എല്ലാം തന്നെ എയർ സ്ട്രൈക്കാണ്, എയർ ടു സർഫസ് ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ സർഫസ് ടു സർഫസ് അല്ല അവർ ഉപയോഗിക്കുന്നത്. ഇറാനാണ് സർഫസ് ടു സർഫസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ സർഫസ് ടു സർഫസ് എന്ന് പറഞ്ഞാൽ തറയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആ മിസൈൽ തറയിലോട്ട്, അതാണ് സർഫസ് ടു സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഇന്റർസെപ്റ്റേഴ്സ് ആണ്. അതായത് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്ന ഇന്റർസെപ്റ്റേഴ്സ്. അപ്പോൾ ഇസ്രായേലിൽ ആരോ എന്ന് പറഞ്ഞ ആ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനുള്ള ആരോ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റേഴ്സിന് ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. അവരാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് പല രീതിയിലുള്ള റൂമേഴ്സ്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിസൈൽ ഇല്ല എന്നുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നത്. ഇതിനെ തുടർന്നാണ് ഇറാന്റെ സൈഡിൽ എത്ര മിസൈലുകൾ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് മൊസാദ് പുറത്തിറക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇറാന്റെ മിസൈലുകളും വളരെ ലിമിറ്റഡ് ആണ്. അവർ ഡെയിലി ഒരു 50-60 വെച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മിസൈൽ ഒരു 10-12 ദിവസത്തിൽ തീരാവുന്ന മിസൈൽ സ്റ്റോക്കേജ് അവരുടെ കയ്യിലും ഉള്ളു. ഇതാണ് വാസ്തവം. ഈ ഒരു ഫാക്റ്റാണ് റിവീൽ ചെയ്യപ്പെട്ടത്. ഇനിയിപ്പം ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന് സംഭവിക്കുന്ന പറഞ്ഞാൽ അവർ 7-8 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ ഉള്ളിൽ വന്ന് പതിച്ചത്. ബാക്കിയുള്ള മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും ഡ്രോണുകളെല്ലാം തന്നെ അടിച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഇസ്രായേലും കൂട്ടായി നിർമ്മിച്ചെടുത്ത, ഇന്ത്യൻ ടെക്നോളജിയിൽ ഇസ്രായേലും ഇന്ത്യയും കൂടി ഒരുമിച്ച് DRDOയും IAIയും കൂടി ചേർന്ന് നിർമ്മിച്ച ബാരക് എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യക്കും കൂടി ബൂസ്റ്റ് നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ ഈ ബാരക് എന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു മുതൽക്കൂട്ടാണ്. കാരണം 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് ഈ ബാരക് മിസൈൽ തരുന്നത്. അതിലൊന്ന് 30 കിലോമീറ്റർ റേഞ്ച്, 70 കിലോമീറ്റർ റേഞ്ച്, 150 കിലോമീറ്റർ റേഞ്ച്. ഈ 3 റേഞ്ചും ഒരു ഒറ്റ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതാണ് 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഈ ഒരു ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം തരും. അപ്പോൾ 30 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഷോർട്ട് റേഞ്ചിൽ, വളരെ താഴെ കൂടെ വരുന്ന ചെറിയ റോക്കറ്റുകൾ, ഡ്രോൺ, ഇതെല്ലാം തന്നെ
ഇതിന് വളരെ ഈസി ആയിട്ട് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് അതായത് ഈ 3 കിലോമീറ്ററുകൾ കവറേജിനും 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 30 കിലോമീറ്ററിന് ഒരു ടൈപ്പ് ഓഫ് ഇന്റർസെപ്റ്റർ, 70-ന് വേറൊരു ടൈപ്പ് ഇന്റർസെപ്റ്റർ, 150 കിലോമീറ്റർ കവറേജ് അഥവാ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് വേറൊരു തരത്തിലുള്ള മിസൈൽ ഇന്റർസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ലെയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഈ ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിന് ഒരു മുതൽക്കൂട്ടാണ്. ഇന്ന് രാവിലെ ഇറാന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ആ മിസൈൽ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ഇസ്രായേലും 2 ദിവസത്തിന് മുമ്പ് ഡിഫൻസ് മേഖലയിൽ ഒരു ചർച്ച നടത്തിയതായിട്ട് ഞാൻ നമ്മുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ ഇന്നലെ രാവിലെ ഇട്ട വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ത്യ ഒഫീഷ്യലി കൊടുക്കുന്നു എന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യ ഈ ഒരു ബാരക് മിസൈൽ സിസ്റ്റം ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അതായത് തീർച്ചയായിട്ടും ഇന്ത്യയും ഇസ്രായേലും ജോയിന്റ് ആയിട്ട് തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനും ഇന്ത്യക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് ഇതിനകത്ത് ഉപയോഗിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പെർമിഷൻ ആവശ്യമില്ലെങ്കിലും ഒരു ഫോർമാലിറ്റി എന്നതിലുപരിയായിട്ട് ഇന്ത്യക്കും ഇസ്രായേലിനുമുള്ള ഒരു ബന്ധം അത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ജോയിന്റ് വെഞ്ചറിൽ ഉൽപ്പാദിപ്പിച്ച ഒരു സാധനം ഉപയോഗിക്കുമ്പോഴത്തേക്കും പരസ്പരം ഒരു സമ്മതത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കൺസെന്റിന് വേണ്ടിയാണ് ഇന്ത്യയും ഇസ്രായേലും ഡിഫൻസ് മേഖലയിലുള്ള ചർച്ച 2 ദിവസത്തിന് മുമ്പ് നടപ്പിലാക്കിയത്. ഈ ബാരക് മിസൈൽ എയർക്രാഫ്റ്റുകളെ അടിച്ചു വീഴ്ത്തും, അതേപോലെ ക്രൂയിസ് മിസൈലുകളെ അടിച്ചു വീഴ്ത്തും. ഇത് സീ ടു സർഫസ് എഫക്റ്റീവ് ആണ്, സർഫസ് ടു സർഫസ് എഫക്റ്റീവ് ആണ്. അതുപോലെ റോക്കറ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളെയും അറ്റാക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് ഡ്രോൺ സ്പെസിഫിക് ആയിട്ട് പറയപ്പെടുന്നില്ല. പിന്നെ ഈ ഒരു 30 കിലോമീറ്റർ ഷോർട്ട് റേഞ്ച്, ഈ 30 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഡ്രോൺ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് പർപ്പസ്ഫുള്ളി മാനുവലി തന്നെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് അടിച്ചു വീഴ്ത്താൻ കഴിയും. ഈ ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട്. ഈ ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ ഡ്രോണുകളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. പിന്നെ ഇതിൻ്റെ എല്ലാ ഇന്റർസെപ്റ്റേഴ്സും ഗൈഡ് ചെയ്യപ്പെടുന്നത് അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റത്തിലാണ്. പിന്നെ ഇതിന്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ കോർഡിനേറ്റ്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റത്തിൽ റിസീവ് ചെയ്ത് മൾട്ടിപ്പിൾ ഇന്റർസെപ്റ്റേഴ്സ് ത്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഈ ഒരു ഇന്ത്യ ഇസ്രായേൽ കൂട്ടായ്മയിൽ തയ്യാറായ ബാരക് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തതോടുകൂടി തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇനി ബാലിസ്റ്റിക് മിസൈലുകൾ അത്ര എളുപ്പത്തിൽ ഇറാന്റെ സൈഡിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബാരക് മിസൈൽ സിസ്റ്റം ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇസ്രായേലിന് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം കൂടിയാണ്. അപ്പോൾ ഇനി ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഏത് രീതിയിൽ ഇസ്രായേലിൽ പതിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ ബാരക് എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഒരു ചാലഞ്ചായിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.